നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യാന്തര തലങ്ങളിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ വ്യക്തിത്വമാണ് അന്തരിച്ച ഇ അഹമ്മദ് എന്ന് സർവകക്ഷി അനുശോചന യോഗം. മരുന്നുകളുടെ വിലയിൽ നിയന്ത്രണം വേണം. മെഡിക്കൽ സെയിൽസ് റെപ്രസെന്റേറ്റീവുമാർ പണിമുടക്ക് നടത്തി. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി. ഫെബ്രുവരി 6-ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. ഭാവി തലമുറയെ കെട്ടുറപ്പുള്ളതാക്കാൻ ദിശയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലയിലെ ആദ്യ ലോഞ്ചിങ്ങും പ്രോജക്ടിന്റെ ഉദ്ഘാടനവും കാസർകോട്ട് നടന്നു. ജനശ്രീ മിഷന്റെ പ്രവർത്തനം കൂടുതൽ സജീവമായി തുടരുമെന്ന് ജനശ്രീ മിഷൻ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം ഹസൻ. ജനശ്രീ ജില്ലാ മിഷന്റെ 10ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കരവിരുത്തിൽ വിസ്മയം തീർത്ത് അധ്യാപകർ. അധ്യാപകർക്കായുള്ള ജില്ലാതല പ്രവൃത്തി പരിചയ ശില്പശാല കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. വാർത്തകൾ വിശദമായി. ഇ അഹമ്മദ് രാജ്യാന്തര തലങ്ങളിൽ ഇന്ത്യയുടെ യശസ്സുയർത്തിയ വ്യക്തിത്വമാണെന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഇ അഹമ്മദ് സർവകക്ഷി അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. മികച്ച പാർലമെന്റേറിയൻ, വാഗ്മി, എഴുത്തുകാരൻ, നയതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ തന്റെ കഴിവ് സമൂഹത്തിനും സമുദായത്തിനും ഇ അഹമ്മദ് വിനിയോഗിച്ചു. അവസാനം കർമ്മമണ്ഡലമായ പാർലമെന്റിൽ നിന്ന് മരണമടഞ്ഞ തന്റെ അവസാന ശ്വാസം വരെ ഈ സമൂഹത്തിനായി വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെന്നും അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് MP ജാഫർ അധ്യക്ഷനായി. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വൺഫോർ അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു. മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, CPM ജില്ലാ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മെട്രോ മുഹമ്മദ് ഹാജി, ജില്ലാ വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി C മുഹമ്മദ് കുഞ്ഞി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, കബീർ ഫൈസി ചെറുകോട്, വിവിധ പാർട്ടി നേതാക്കളായ AV രാമകൃഷ്ണൻ, V കമാരൻ, PC രാജേന്ദ്രൻ, കുഞ്ഞിരാമൻ, E കൃഷ്ണൻ, ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. മരുന്നുകളുടെ വിലകൾ നിയന്ത്രിക്കണമെന്ന ആവശ്യം. മെഡിക്കൽ സെയിൽസ് റെപ്രസെന്റേറ്റീവുമാർ അഖിലേന്ത്യാ തലത്തിൽ പണിമുടക്ക് നടത്തി. ഔഷധ വിലകൾ നിയന്ത്രിക്കുക, പൊതുജനാരോഗ്യം സംരക്ഷിക്കുക, മരുന്നുകളെയും ചികിത്സാ ഉപകരണങ്ങളെയും GST അടക്കമുള്ള എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കുക, മരുന്നുകളുടെ ഓൺലൈൻ വ്യാപാരം നിർത്തലാക്കുക, ത്രികക്ഷി സമിതി വിളിച്ചു ചേർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ പണിമുടക്കിയത്. ദേശീയ ഫെഡറേഷനായ FMRAI-യുടെ ആഹ്വാനപ്രകാരം ജില്ലയിലെ മുഴുവൻ സെയിൽസ് പ്രൊമോഷൻ തൊഴിലാളികളും പണിമുടക്കിൽ അണിചേർന്നു. പണിമുടക്കിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് നടന്ന ധർണ നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ, ജീവിത സുരക്ഷ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തണമെങ്കിൽ ആവശ്യമായ ചികിത്സാ സംവിധാനവും അതുപോലെ തന്നെ മരുന്നുമെല്ലാം ന്യായമായ വിലക്ക് ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട സ്ഥിതി ഉണ്ടാക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ അധ്യക്ഷനായി.
സമരത്തിനാധാരമായ കാര്യങ്ങൾ KMSRA സോണൽ പ്രസിഡന്റ് VC മാധവൻ വിശദീകരിച്ചു. മറ്റ് സംഘടനാ നേതാക്കന്മാരായ മാധവൻ മാസ്റ്റർ, രാജീവൻ, ജയചന്ദ്രൻ, വേണുഗോപാലൻ, രാമചന്ദ്രൻ, ഹരി, രാജീവൻ, വിശ്വനാഥൻ എന്നിവരും പങ്കെടുത്തു. KMSRA ജില്ലാ സെക്രട്ടറി P മനോജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുധീർ നന്ദിയും പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 6-ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. മാർച്ചിന് മുന്നോടിയായി പ്രചാരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. കരിമണൽ ഖനനം നടത്തുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി സർക്കാർ തലത്തിൽ സാധാരണ ജനങ്ങൾക്ക് വിതരണം ചെയ്യുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 6-ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് മുന്നോടിയായുള്ള ജില്ലാ പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെന്റ് നടത്തണം എന്നുള്ളതാണ് ഈ ജാതിയിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഗണ്യമായിട്ടുള്ള വരുമാനം ഈ വർഷം സംഭാവന ചെയ്യുന്ന മേഖലയാണ് നിർമ്മാണ. CITU സംസ്ഥാന കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. KV വിശ്വനാഥൻ അധ്യക്ഷനായി. KV രാഘവൻ, M അമ്പൂഞ്ഞി, VC മാധവൻ, ജാഥ ലീഡർ മണിമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. M ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. CITU വർഗഭോജന സംഘടനകൾ ജാഥ ലീഡർക്ക് ഹാരാർപ്പണം നടത്തി. 5 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട്ട് നടന്ന അധ്യാപകർക്കായുള്ള ജില്ലാതല പ്രവൃത്തി പരിചയ ശില്പശാല സമാപിച്ചു. കലാമികവിലേക്ക് കടന്നു ചെന്ന് വിസ്മയം തീർത്തിരിക്കുകയാണ് അധ്യാപകർ. മണിക്കൂറുകൾ കൊണ്ട് കയർ ചവിട്ടിയും വോളിബോളിനൊറ്റുമൊക്കെ ഒരുങ്ങിയപ്പോൾ ഉണ്ടാക്കിയ അധ്യാപകർക്ക് പോലും വിശ്വസിക്കാനായില്ല ഇതൊക്കെ ഇത്ര ചെലവ് കുറഞ്ഞ് ഉണ്ടാക്കാൻ കഴിയുമെന്ന്. 5 ദിവസങ്ങളിലായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അധ്യാപകർ അവരുടെ കലാമികവ് തെളിയിച്ചത്. ജില്ലയിലെ ഒരു വിദ്യാലയത്തിൽ നിന്ന് ഒരാൾ വീതമായിരുന്നു ശില്പശാലയിൽ പങ്കെടുക്കാനെത്തിയത്. വിവിധ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ചവിട്ടികൾ, വോളിബോൾ നെറ്റ്, വാഴനാർ ഉൽപ്പന്നങ്ങൾ, ഓഫീസ് ഫയലുകൾ, ഫാബ്രിക് പെയിന്റിംഗ്, വെജിറ്റബിൾ പ്രിന്റിംഗ് തുടങ്ങിയവയെല്ലാം മണിക്കൂറുകൾക്കുള്ളിലാണ് ഇവർ നിർമ്മിച്ചത്. ഇതില് 120ഓളം അധ്യാപകർ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള, കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 120ഓളം അധ്യാപകർ പങ്കെടുക്കുന്നു. പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സ്, ബാംബു, നാച്ചുറൽ ഫൈബേഴ്സ്, ടയർ ഡോർ മാറ്റ്, നെറ്റ്, ഫാബ്രിക് പെയിൻറ്റിംഗ്, വെജിറ്റബിൾ പ്രിൻറ്റിംഗ്, സ്ട്രോ ബോർഡ് തുടങ്ങിയ മേഖലകളിലുള്ള അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന ഒരു 5 ദിവസത്തെ കോഴ്സാണ് ഇവിടെ നടന്നത്. P ഹരിനാരായണൻ, ശ്യാമ ശശി, PT ബെന്നി, K അശോകൻ, ചാർലി, ബിന്ദു, ലില്ലി, രുക്മിണി S നായർ എന്നിവരുടെ പരിശീലന മികവിലൂടെയാണ് അധ്യാപകർ പ്രവൃത്തി പരിചയമേളയിൽ അവരുടെ കഴിവുകൾ സ്വായത്തമാക്കിയത്. കുട്ടികൾക്ക് അറിവ് പകരുന്നതോടൊപ്പം അധ്യാപകരുടെ അകത്ത് ഒളിഞ്ഞുകിടന്നിരുന്ന കലാവൈഭവം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വേദി കൂടിയായി മാറി ഈ പ്രവൃത്തി പരിചയ ശില്പശാല. ക്യാമറാമാൻ വിമൽകുമാറിനോടൊപ്പം വിഭിഷ വിജയൻ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. സുസ്ഥിര വികസനം ദൗത്യമാക്കിയ ജനശ്രീ മിഷന്റെ പ്രവർത്തനം കൂടുതൽ സജീവമായി തുടരുമെന്ന് ജനശ്രീ മിഷൻ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ MM ഹസൻ. ജനശ്രീ ജില്ലാ മിഷന്റെ 10ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനശ്രീ ദശവത്സരാഘോഷ ജന്മദിന പരിപാടി കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ 2007 മാർച്ച് ഏപ്രിൽ മാസമാണ് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ നമ്മൾ ജനശ്രീയുടെ പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനിച്ചു.
10 വർഷക്കാലം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവല്ലെങ്കിലും ഒരു ചെറിയ കാലയളവല്ല. അത് ഒരു ജനശ്രീ പോലുള്ള ഒരു സർക്കാരിതര സംഘടന ആരുടെയും സഹായവും ആരുടെയും പിന്തുണയും ഇല്ലാതെ നമ്മൾ ആരംഭിച്ച ഈ പ്രസ്ഥാനം, കോൺഗ്രസുകാരായ നമ്മളൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ പ്രസ്ഥാനം 10 വർഷം പിന്നിടുകയാണ്. തീർച്ചയായിട്ടും ഈ 10 വർഷം പിന്നിടുന്നത് ഒരു ജനശ്രീയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ സംഭവമാണ്, ഒരു വഴിത്തിരിവാണ് നമ്മുടെ. കാസർഗോഡ് ബ്ലോക്ക് ചെയർമാൻ അച്ചേരി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ KPCC സെക്രട്ടറി K നീലകണ്ഠൻ, ബാലകൃഷ്ണ വോർക്കഡ്ലു, M കുഞ്ഞമ്പു നമ്പ്യാർ, കല്ലകെ ചന്ദ്രശേഖര റാവു, സൈമൺ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭാവി തലമുറയെ കെട്ടുറപ്പുള്ളതാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുവാനുള്ള പുതിയ ആശയമായ ദിശയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ദിശയുടെ ജില്ലയിലെ ആദ്യ ലോഞ്ചിങ്ങും പ്രോജക്ടിന്റെ ഉദ്ഘാടനവും റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ P കരുണാകരൻ MP മുഖ്യാതിഥിയായിരുന്നു. ഭാവി തലമുറ ഏത് രീതിയിൽ വളർന്നു വരണം, അതിനാവശ്യമായ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം ദിശ എന്ന പുതിയ ആശയത്തിന് തുടക്കമിടുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. പുതിയ തലമുറ വിവിധങ്ങളായ രംഗങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ വളരെ മുന്നിലാണ്. എന്റെ തലമുറക്കൊക്കെ ചിന്തിക്കാൻ കഴിയുമായിരുന്നതിനും അപ്പുറത്ത് അന്ന് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന തലങ്ങളിലേക്ക് നമ്മുടെ പുതിയ തലമുറ ഉയർന്നു വരികയാണ്, വളർന്നു വരികയാണ്. ലോകം മാറുകയാണ്, കാലം മാറുകയാണ്. ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും മാറ്റത്തിനനുസൃതമായി നമ്മുടെ സമൂഹവും മാറിയേ മതിയാവും. അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ആദ്യമായി ഉണ്ടാകേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. വളരുന്ന തലമുറയിലാണ് നമ്മുടെ പ്രതീക്ഷയെല്ലാം. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P കരുണാകരൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ ഭരണകൂടവും ജില്ലാ ഗവേണൻസ് സൊസൈറ്റിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ, NGO, PTA സ്കൂൾ, ജാഗ്രതാ സമിതി മുതലായവരുടെ സഹകരണത്തോടെ ജില്ലയിലുടനീളം 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി നടത്തുന്നത്. പരിപാടിയിൽ AGC ബഷീർ, B ഫാത്തിമ ഇബ്രാഹിം, ജയപ്രകാശ് K, EK സുരേഷ് കുമാർ, ഹക്കീം കുന്നിൽ, MC കമറുദ്ദീൻ, അബ്ബാസ് ബീഗം, K വിനയ്, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് പ്രവർത്തിച്ചിരുന്ന ബീവറേജ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാല പഠനക്കാടേക്ക് മാറ്റുന്നതിനെതിരെ നാട്ടുകാരുടെ എതിർപ്പ് ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിച്ച് സമരം തുടങ്ങി. ബീവറേജ് മദ്യവിൽപ്പനശാല പഠനക്കാടേക്ക് മാറ്റാനുള്ള അധികൃതരുടെ ശ്രമം ഉപേക്ഷിക്കുക എന്ന ആവശ്യമുയർത്തിയാണ് നാട്ടുകാർ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. മദ്യവിൽപ്പനശാല ആരംഭിക്കുന്നതിലൂടെ ഇവിടുത്തെ മതസൗഹാർദ്ദം തകരുമെന്നും സമാധാനാന്തരീക്ഷം താറുമാറാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. റെയിൽവേ മേൽപ്പാലത്തിനും ദേശീയപാതയ്ക്കും അരികിലാണ് നിർദ്ദിഷ്ട ബീവറേജ് മദ്യവിൽപ്പനശാല സ്ഥാപിക്കാൻ പോകുന്നത്. വനിതാ സഹകരണ ബാങ്ക്, ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ശാഖ, KSEB സെക്ഷൻ ഓഫീസ് എന്നിവയും ഇവിടെ അടുത്താണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ യാതൊരു സാഹചര്യത്തിലും പഠനക്കാട് മദ്യവിൽപ്പനശാല പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് കർമ്മസമിതിയുടെ തീരുമാനം. T സത്യൻ ചെയർമാനും ബെൽടെക് അബ്ദുള്ള കൺവീനറുമായുള്ളതാണ് കർമ്മസമിതി. ഈ നാട്ടിൽ ഒരു ക്ഷാമമായിട്ട് പോവുകയാണ്. വന്നാൽ തന്നെ ഈ നാട്ടിൽ 1-2 ബാങ്ക്, ഒരു വനിതാ ബാങ്ക്, ഒരു ഇലക്ട്രിക് ഓഫീസ്, അതുപോലെ തന്നെ ചുറ്റുപാടും നമ്മളെ യാത്ര ചെയ്യുന്ന വീട്, ക്വാർട്ടേഴ്സ്, അതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ വില്ലേജ് ഓഫീസുകൾ വരുന്നത്. അത് നമ്മൾ പറഞ്ഞ 500 മീറ്ററിന് പുറത്ത് വെക്കണമെന്നാണ്. ഇപ്പോൾ 500 മീറ്ററൊന്നും ഇല്ല. എന്നുള്ള അളക്കുമ്പോഴേക്ക് 470 മീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് ഏത് കാരണവശാലും ഞങ്ങൾ ഇത് അനുവദിക്കില്ല. ഇവരെ കൂടാതെ കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാരായ K രമണി, അബ്ദുൽ റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബീവറേജ് മദ്യവിൽപ്പനശാലയ്ക്കെതിരെ സമരം നടക്കുന്നത്. പഠനക്കാട് ബീവറേജിനെതിരെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം പ്രവർത്തകരും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് ഇവിടെ ഒരു ബീവറേജ് വേണ്ടേ വേണ്ട എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ 3 ദിവസമായി സമരപന്തലിൽ. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ വെച്ച് PTA നിർമ്മിച്ച് നൽകിയ സ്റ്റേജിന്റെ ഉദ്ഘാടനവും നടന്നു.
മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ 2015-16 വർഷത്തെ നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അസംബ്ലി ഹാളിന്റെയും PTA നിർമ്മിച്ചു നൽകിയ സ്റ്റേജിന്റെയും ഉദ്ഘാടനം നടന്നു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമായി കേരളം എല്ലാവരും അംഗീകരിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. ഇനിയും നമുക്ക് മാറിയ കാലത്തിന്റെയും പുതിയ ലോകത്തിന്റെയും സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ വളരുന്ന തലമുറക്ക് ആവശ്യമായ വിധത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ആ പൊതുവിദ്യാഭ്യാസ രംഗം തളർന്നു പോയാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ വിദ്യാഭ്യാസം നേടുന്നതിന് വലിയ തടസ്സം വരും. പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കുഞ്ഞമ്പു, ശശീന്ദ്രൻ മടിക്കൈ, സി ഇന്ദിര, വി യമുന, ടി സരിത, ഒ കുഞ്ഞികൃഷ്ണൻ, മടത്തിനാട്ട് രാജൻ, ഇ കൃഷ്ണൻ, കെ നാരായണൻ, വി പ്രകാശൻ, ടി രാജൻ, ടി വി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇക്ബാൽ കൂട്ടായ്മയ്ക്കായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം തുറന്നു. ഇക്ബാൽ നഗർ കൂട്ടായ്മയുടെ ചെയർമാൻ എം ഹമീദ് ഹാജി കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. ഇക്ബാൽ നഗർ കൂട്ടായ്മയ്ക്കായി നിർമ്മിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം കൂട്ടായ്മയുടെ ചെയർമാൻ എം ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഷംസു ഉസ്താദ്, സി മുഹമ്മദ് ഷഫീഖ്, കണ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ചടങ്ങിൽ നാട്ടുകാരും സംബന്ധിച്ചു. രാംനഗർ സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നിർമ്മിച്ച ഹയർ സെക്കൻഡറി ബ്ലോക്ക് ഉദ്ഘാടനം നടന്നു. രാംനഗർ സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം നടന്നു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആവശ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട് എന്ന രീതിയിൽ ബഹുമാന്യായ നമ്മുടെ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടൊരു നിവേദനം കൂടി സമർപ്പിക്കുകയുണ്ടായി. ഈ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഹൈസ്കൂളുകളുടെ ഹയർ സെക്കൻഡറി UP LP സ്കൂളുകളുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലവും MLA എന്ന നിലയിൽ അതിനുപയോഗിക്കാൻ കഴിയുന്ന സർക്കാരിൻ്റെ പണമാണ് ഈ MLA ഫണ്ടായാലും ആസ്തി വികസന ഫണ്ടായാലും എല്ലാം. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകിക്കൊണ്ടാണത് അനുവദിച്ചു കൊടുത്തത്. സ്ഥലം MLAയുടെ നിയോജകമണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിനായി ഹയർ സെക്കൻഡറി കെട്ടിടം അനുവദിച്ചത്. ഡിവൈഎസ്പി കെ ദാമോദരൻ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ, ജില്ലാ പ്രൊജക്ട് ഓഫീസർ രവി വർമ്മൻ, സുബൈദ ടീച്ചർ, കേളുപണിക്കർ, ശ്രീജിത്ത് പി പത്മനാഭൻ, EK സുരേഷ് കുമാർ, PM ജയ, ഹസൈനാർ, ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ CK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വികേന്ദ്രീകൃതാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി ബാഗുകൾ വിതരണം ചെയ്തു. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയും കൃഷിഭവനും ചേർന്ന കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 2016-17 വർഷത്തെ പച്ചക്കറി ബാഗുകൾ പൊതുജനങ്ങൾക്കായി വിതരണം തുടങ്ങിയിരിക്കുന്നത്.
നഗരസഭാ ചെയർമാൻ വി രമേശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഓരോ പ്രദേശത്തിനകത്തേക്കും വേണ്ടുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ നമുക്ക് അന്നമാണ് നമ്മുടെ പ്രധാന ആഹാരം. നെല്ലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാകും. അതിനുതകുന്ന രീതിയിൽ ഇപ്പോൾ ഹരിത കേരളം പദ്ധതി തന്നെ നടപ്പിലാക്കുക. അപ്പോൾ ഹരിത കേരളം കേരളത്തിനകത്ത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് മോചനം നേടാൻ വേണ്ടി കഴിയും. അതിലൂടെ നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി കഴിയുന്നത് വിഷരഹിതമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നമുക്ക് കഴിക്കാൻ കഴിയുന്ന. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതെല്ലാം വിഷം പുരട്ടിയതാണ്. അവർക്ക് കാശ് മാത്രമേ വേണ്ടൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോഗ്യം സംരക്ഷിക്കപ്പെടും. നമ്മൾ വരുന്ന തലമുറക്ക് ആരോഗ്യം സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് മണ്ണിൻ്റെ മണമുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ഈ ഹരിത കേരളം പദ്ധതിയിലൂടെ നമുക്ക് സാധിക്കും. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഉണ്ണികൃഷ്ണൻ, കൌൺസിലർ സന്തോഷ് കുശാൽ നഗർ, കൃഷി ഓഫീസർ പ്രേമലത, നഗരസഭാംഗങ്ങളായ കെ മുഹമ്മദ് കുഞ്ഞി, അബ്ദുൾ റസാഖ്, കെ ടി ലത, സവിത കുമാരി, ഉഷ, ഗീത, എ ലത, സാവിത്രി, വാസന്തി, സുമതി, ശൈലജ തുടങ്ങിയവരോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളും കുടുംബശ്രീ അംഗങ്ങളും നാട്ടുകാരും പരിപാടിയിൽ സംബന്ധിച്ചു. പെരിയ പുലിഭൂത ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പടിഞ്ഞാറേക്കര കാഴ്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമുൽ കാഴ്ച സമർപ്പണം ഫെബ്രുവരി 4 നടക്കും. പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പടിഞ്ഞാറേക്കര തിരുമുൽ കാഴ്ച കമ്മിറ്റിയുടെ 8ാമത്തെ കാഴ്ച സമർപ്പണമാണ് നാളെ നടുക്കളിയാട്ട ദിവസം 4-ാം തീയതി 4/2/2017 കാളപ്പുലിയൻ ദൈവത്തിൻ്റെ വെള്ളാട്ട സമയത്താണ് ഈ കാഴ്ച സമർപ്പണം പടിഞ്ഞാറേക്കര ഭാഗക്കാരുടെ കാഴ്ച സമർപ്പണം സമർപ്പിക്കുന്നത്. കാഴ്ച പുറപ്പെടുന്നത് വടക്കേക്കര ശ്രീ വയനാട്ടുപുരം ദേവസ്ഥാനത്ത് 7 മണിക്ക് പുറപ്പെട്ട് 10:00 അവിടെ എത്തിച്ചേരാനുള്ള ഒരു പരിപാടിയിലാണ് ഉള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യാന്തര തലങ്ങളിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ വ്യക്തിത്വമാണ് അന്തരിച്ച ഇ അഹമ്മദ് എന്ന് സർവകക്ഷി അനുശോചന യോഗം. മരുന്നുകളുടെ വിലയിൽ നിയന്ത്രണം വേണം. മെഡിക്കൽ സെയിൽസ് റെപ്രസെന്റേറ്റീവുമാർ പണിമുടക്ക് നടത്തി. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി. ഫെബ്രുവരി 6 ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. ഭാവി തലമുറയെ കെട്ടുറപ്പുള്ളതാക്കാൻ ദിശയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലയിലെ ആദ്യ ലോഞ്ചിങ്ങും പ്രോജക്ടിന്റെ ഉദ്ഘാടനവും കാസർകോട്ട് നടന്നു. ജനശ്രീ മിഷന്റെ പ്രവർത്തനം കൂടുതൽ സജീവമായി തുടരുമെന്ന് ജനശ്രീ മിഷൻ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം ഹസൻ. ജനശ്രീ ജില്ലാ മിഷന്റെ 10ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കരവിരുതിൽ വിസ്മയം തീർത്ത് അധ്യാപകർ. അധ്യാപകർക്കായുള്ള ജില്ലാതല പ്രവൃത്തി പരിചയ ശില്പശാല കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.